ദേവീം താം ലോകധാത്രീം നഗവരതനയാം ഭക്തവരദാം ദൈത്യഘ്നീം ഭാവയേഹം ശശിധരദയിതാം സോമവദനാം ആശംസേ ച പ്രഭാതം ശുഭഗമിദമഹം മിത്രഭവതേ കാവ്യാചാര്യപ്രദീപ്തം സുദിവസമധുനാ മോദതമിമം. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇതിൻ്റെ അർത്ഥവും പറയാം. ലോകധാത്രീം, ലോകങ്ങളുടെ മാതാവും, ഭക്തവരദാം, ഭക്തന്മാർക്ക് വരം നൽകുന്നവളും, ദൈത്യഘ്നീം, ദൈത്യന്മാരെ വധിക്കുന്നവളും, ശശിധര ദയിതാം, പരമശിവന്റെ പത്നിയും, സോമവദനാം, ചന്ദ്രനെ പോലെ മനോഹരമായ മുഖത്തോടു കൂടിയവളും ആയ, മാത്രല്ല നഗവര തനയാം, നഗവരന്റെ തനയ, അതായത് പർവ്വതശ്രേഷ്ഠന്റെ പുത്രി, അതായത് പർവ്വതപുത്രി, പർവ്വതപുത്രിയുമായിട്ടുള്ള താം ദേവിയും, ആ ദേവിയെ, അതായത് പാർവതീ ദേവിയെ, അഹം ഭാവയെ, ഞാൻ ധ്യാനിക്കുന്നു. ഹേ മിത്ര, അല്ലയോ സുഹൃത്തെ, അധുന ഇപ്പോൾ, അഹം ഞാൻ, ഭവത്തെ അങ്ങയ്ക്കായിക്കൊണ്ട്, ശുഭദം ഇതം പ്രഭാതം, മംഗളങ്ങൾ നൽകുന്ന ഈ പ്രഭാതത്തെയും, കാവ്യാചാര്യ പ്രദീപ്തം, കാവ്യാചാര്യൻ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യനാണ്, കാവ്യൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അപ്പൊ ശുക്രാചാര്യനെ നന്നായി ശോഭിക്കുന്നതും മോദതം, സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഇമം സുദിവസം ച, ഈ ശോഭനമായ ദിവസത്തെയും ആശംസിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് സുരസ എന്ന വൃത്തത്തിലാണ്. ഇന്ന് വെള്ളിയാഴ്ച ശുക്രവാസരം ആയതുകൊണ്ടാണ് പാർവതീ ദേവിയെ തന്നെ വന്ദിച്ച് എല്ലാവർക്കും സുപ്രഭാതവും സുദിനവും ആശംസിച്ചത്.